ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഇൻ ദ കിച്ചൺ വിത്ത് ബിന്ദു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു പെസഹ വ്യാഴാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ അപ്പം പാലും ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കൊരു വെജിറ്റബിൾ പാൻ പീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇന്നിപ്പോൾ ആദ്യമായിട്ട് പള്ളിയിൽ പോയതാണ്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചിട്ടുള്ള പള്ളിയായിരുന്നു. എന്നാലും അത്രയ്ക്കും അങ്ങനെ എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ തൽക്കാലം അതുകൊണ്ട് ഈസ്റ്ററിന് നല്ല തിരക്കുണ്ടാവും, അതുകൊണ്ട് പോണില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പെസഹ വ്യാഴാഴ്ച വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നേരത്തെ തന്നെ ഒരു ഹാപ്പി ഈസ്റ്റർ ആശംസകളും ഞാൻ നേരുകയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 22 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഞാനൊരു സമ്മർ ടൈം ഇവിടെ വരുന്നത്. എപ്പോഴും കുട്ടികൾക്ക് അവധി കിട്ടുന്നതനുസരിച്ച് ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒക്ടോബർ സെപ്റ്റംബർ അങ്ങനത്തെ മാസങ്ങളിലാണ് ഞാൻ പൊതുവെ വരാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി പാരൻസിൻ്റെ ഒപ്പം ഈസ്റ്റർ ആഘോഷിക്കാൻ ദൈവം അവസരം തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ മമ്മി നെയ്യിലാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് നെയ്യിട്ടതിന് ശേഷം ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് മമ്മി ചെയ്യാറ് ആദ്യം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഉപ്പുമാവ്. അപ്പം പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഉപ്പുമാവും പഴവുമായിരുന്നു നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അതിൽ മമ്മിയുടെ അളവെന്ന് പറയുന്നത് ആ ഒരു കപ്പിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 വരെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇനഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉപ്പിട്ടിട്ട് പിന്നെ അതിന് വേണ്ടുന്ന ഇനഫ് ഉപ്പുമാവിൻ്റെ റവ കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് റവ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ പാക്കറ്റ് പൊട്ടിച്ച് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. ഇനഫ് അങ്ങനെ കംപ്ലീറ്റ് ഡ്രൈ ആവണ്ട, എന്നാൽ കുറച്ച് വെള്ളമുള്ള രീതിയിലാണ് അത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചു. അതിനുശേഷമാണ് നമ്മളിത് കുടഞ്ഞെടുക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് നെയ്യായതുകൊണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെയല്ല ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ മദറിലൊക്കെ ചെയ്യുന്നത് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് അവരുടെ. അപ്പോൾ എനിക്കിങ്ങനത്തെ നല്ല കുഴഞ്ഞിരിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഒരു വെജിറ്റബിൾ പിസ്സയാണ്. അതിൻ്റെ ബേസിന് വേണ്ടി 2 കപ്പ് മൈദമാവ് ഞാൻ ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ സാധാരണ എണ്ണ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ മാവ് കുഴയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പിൽ താഴെ ഞാൻ 3 ടേബിൾ സ്പൂണായിട്ടാണ് ഒഴിച്ചത്. 4.5 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റായിട്ടാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴയ്ക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ച് എണ്ണ തടവി ഇതൊന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. സാധാരണ ഞാൻ പീസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഞാൻ ആക്ച്വലി തൈര് ഉപയോഗിച്ച് ചെയ്തത്. പക്ഷെ നന്നായിട്ട് വന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. എന്താ പറയുന്നത്, അങ്ങനെ നമ്മൾ ഈസ്റ്റ് പോലെ പൊങ്ങുന്ന തരത്തിലുള്ളൊരു ഇതല്ല, പക്ഷെ എന്നാലൊന്ന് കട്ടിയുള്ള ഒന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിരുന്നു. പാനിലാണല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഞാൻ ഒരു 10 ഇഞ്ചിൻ്റെ ഒരു വലിയ പാനിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ആ പാൻ ഞാൻ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കി. അതിനനുസരിച്ച് ഞാൻ ഈ മാവൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോവാണേ. എൻ്റെ ചപ്പാത്തി പലക കുറച്ച് ചെറുതായിരുന്നു എന്നുള്ളൊരു ഒരു അപാകത ഉണ്ടായിരുന്നു ഇതിന്. പക്ഷേ എന്നാലും ഞാനത് കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്തൊന്ന് ശരിയാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം കണ്ടോ, അതിനേക്കാൾ ഇച്ചിരൂടെ കവിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഞാൻ മെഷർ ചെയ്തത് 10 ഇഞ്ചാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വശങ്ങളും ഏകദേശം ഒരേ തിക്നെസ്സിലാക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഒരു വശം വേഗം, വേറൊരു വശം വേഗത്തില്ല. അപ്പോൾ ഞാൻ ആ പാനിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ അടിവശം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം ആ വശവും കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും അത് ഞാൻ പാൻ എടുത്ത് സ്റ്റോവിൻ്റെ മേളിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ടോപ്പിങ്സ് എല്ലാം ഇട്ടത് കേട്ടോ.
അപ്പോൾ അതേ നമ്മളിപ്പോൾ മറിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് അടുപ്പിൽ തന്നെ വെച്ചു. അതിനുശേഷം നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ടോപ്പിംഗ് എല്ലാം ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ തക്കാളി കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കിയ പിസ്സ സോസാണ്. ഞാൻ ഇറ്റാലിയൻ സീസണിങ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ, നമ്മുടെ മീറ്റ് ബോൾസിൻ്റെ ഒപ്പം. ആ സെയിം റെസിപ്പി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ. എന്നിട്ട് ഇതിൽ ഞാൻ കുറച്ച് ബെൽ പെപ്പേഴ്സ്, പച്ച കളറിലുള്ള ക്യാപ്സിക്കം, ഇവിടെ ക്യാപ്സിക്കം എന്നാണല്ലോ പറയുന്നത്, ഗ്രീൻ കളറിലും റെഡ് കളറിലുള്ള വെച്ചിട്ടുണ്ട്. ബട്ടൺ മഷ്റൂംസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൊസറല്ല ചീസ് ചേർക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ടോപ്പിങ്സ് വേണമെങ്കിലും വെക്കാം. നിങ്ങൾക്ക് ഒലിവ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ വെക്കാം. ഇതിൽ കുറച്ച് സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വേകാന് വേണ്ടി മാത്രമായിട്ട്. ഒരുപാട് തിക്നെസ് ആയാലും ഈവനായിട്ട് വേഗത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ സവാളയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് വീണ്ടും ഈ പാൻ എടുത്തിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ഈ പാൻ വെക്കുന്നത് കേട്ടോ, ഈ ചീസൊക്കെ ഇട്ട് കഴിയുമ്പോൾ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് നേരെ ഡയറക്റ്റായിട്ട് അടുപ്പയിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിവശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ചെയ്യും, അകത്തേതെല്ലാം നല്ലതായിട്ട് വേഗത്തില്ല. എന്ന് വെച്ചാൽ ഈ വെജിറ്റബിളും അതുപോലെ ചീസൊന്നും എല്ലാം ഒന്നും നന്നായിട്ട് മെൽറ്റായി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദം ഇടുന്ന രീതിക്ക് അടിയിലൊരു ദോശക്കല്ല് വെച്ച് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും കൂടി അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ് പെപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ചുമന്ന മുളക് ചതച്ചെടുത്തത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഈ പാത്രം ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ദോശക്കല്ലിൻ്റെ മുകളിലാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ 15 മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ പാൻ പിസ്സ നമുക്ക് തയ്യാറായി കിട്ടും. ഇപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാം, അടിയിൽ ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ദേ ഈ പിസ്സ ഞാനൊന്ന് പൊക്കി ഇങ്ങനെ പതുക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ അടിവശം കണ്ടോ, നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. ചീസെല്ലാം മെൽറ്റായി, അതുപോലെ തന്നെ അടിവശമൊക്കെ നല്ല ബ്രൗൺ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പിസ്സ ആയിരുന്നു, വെജിറ്റബിൾ പിസ്സയാണ്. അപ്പോൾ എൻ്റെ പേരൻസിനും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് പിസ്സ പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഉള്ള ഒരു നല്ല റെസിപ്പിയുമായി അല്ലെങ്കിൽ വ്ളോഗുമായി കാണും വരെ എല്ലാവർക്കും ബൈ.